ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടൻറ്റ് എന്ന പോസ്റ്റിലേക്ക് PSC വിളിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് മുൻപ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻസിലെ അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് 2015 PSC നോട്ടിഫിക്കേഷൻ വിളിക്കുകയും 2016 ജൂൺ 26 എക്സാം നടക്കുകയും ചെയ്തിരുന്നു. അന്ന് 2015 അതിൻ്റെ കാറ്റഗറി 88/2015 89/2015 എന്നിങ്ങനെ കാറ്റഗറി ആയിട്ടാണ് അന്ന് വിളിച്ചത്. ഇപ്പോൾ വിളിച്ച പോലെ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് അന്ന് വിളിച്ചത്. അന്ന് 2016 എക്സാം നടന്ന സമയത്ത് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെന്റ്. ഓപ്ഷൻ ബി ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഓൺ പ്രൈസ് അറ്റ് സെയിൽസ്. ഓപ്ഷൻ സി ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് ഗിവൺ ഇൻ ക്യാഷ്. ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ ഫേസ് വാല്യൂ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇറ്റ് ഈസ് ഡിസ്കൗണ്ട് ഓൺ പ്രോംപ്റ്റ് പേയ്മെന്റ്. ക്യാഷ് ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഇതിൽ ഞാൻ പറയുന്ന ആൻസർ എന്ന് പറയുന്നത് PSC അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലിട്ട ആൻസർ കീ പ്രകാരമാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ടേം മാർക്കറ്റിംഗ് മയോപ്പിയ? ഓപ്ഷൻ എ ടെയ്ലർ, ഓപ്ഷൻ ബി ഫിലിപ്പ് കോഡ്ലർ, ഓപ്ഷൻ സി ഹെൻറി ഫോർഡ്, ഓപ്ഷൻ ഡി തിയോഡർ ലെവിറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തിയോഡർ ലെവിറ്റ് ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈസിംഗ് സ്ട്രാറ്റജി ദ മാർക്കറ്റർ ചാർജ് മാക്സിമം പ്രൈസ് ഓൺ ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ പ്രൊഡക്റ്റ്? ഓപ്ഷൻ എ പെനട്രേഷൻ പ്രൈസിംഗ്, ഓപ്ഷൻ ബി ഗോയിങ് റേറ്റ് പ്രൈസിംഗ്, ഓപ്ഷൻ സി സ്കിംഡ് പ്രൈസിംഗ്, ഓപ്ഷൻ ഡി ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്. മൂന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്കിംഡ് പ്രൈസിംഗ് ആണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ പ്രൊഡക്ട്സ് and items that a seller offers to sell? Option A product line, option B product mix, option C product width, option D product length. നാലാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രൊഡക്റ്റ് മിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡു നോട്ട് ഫോൾ അണ്ടർ 4 P's സജസ്റ്റഡ് ബൈ മക്കാർത്തി? ഓപ്ഷൻ എ പ്രൊമോഷൻ, ഓപ്ഷൻ ബി പ്രോഡക്റ്റ്, ഓപ്ഷൻ സി പ്ലേസ്, ഓപ്ഷൻ ഡി പെർഫെക്ഷൻ. ഇതിൻ്റെ ആൻസർ ഡി ആണ്, പെർഫെക്ഷൻ ആണ് ഈ 4 P's വരാത്തതായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ 4 P's ഉള്ളതാണ്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺസെപ്റ്റ് സേസ് ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ ഫേവർ ദോസ് പ്രൊഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ വൈഡ്ലി അറ്റ് ലോ കോസ്റ്റ്? ഓപ്ഷൻ എ പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, ഓപ്ഷൻ ബി സെല്ലിംഗ് കോൺസെപ്റ്റ്, ഓപ്ഷൻ സി പ്രോഡക്റ്റ് കോൺസെപ്റ്റ്, ഓപ്ഷൻ ഡി മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ആറാമത്തിൻ്റെ ആൻസർ എ ആണ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ഇൻ ABC അനാലിസിസ് ഓഫ് സ്റ്റോക്ക് കൺട്രോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു C കാറ്റഗറി ഗുഡ്സ്? ഓപ്ഷൻ എ ദേ ഹാവ് സ്ട്രിക്റ്റ് കൺട്രോൾ, ഓപ്ഷൻ ബി ദേ ഹാവ് മോഡറേറ്റ് കൺട്രോൾ, ഓപ്ഷൻ സി ദേ ഹാവ് നോ കൺട്രോൾ, ഓപ്ഷൻ ഡി ദേ ഹാവ് ലൂസ് കൺട്രോൾ. ഏഴാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദേ ഹാവ് ലൂസ് കൺട്രോൾ. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫോർമുല ടു കാൽക്കുലേറ്റ് വർക്കേഴ്സ് വേജ് അണ്ടർ ഹാൽസി പ്രീമിയം പ്ലാൻ? ഹാൽസി പ്രീമിയം പ്ലാനിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഏതാണ്? ഓപ്ഷൻ എ T/R പ്ലസ് പെർസെൻറ്റേജ് ഓഫ് S-T-R ആണോ? ഓപ്ഷൻ ബി T/R പ്ലസ് പെർസെൻറ്റേജ് ഓഫ് S/T-R ആണോ? ദെൻ ഓപ്ഷൻ സി T/R പ്ലസ് പെർസെൻറ്റേജ് ഓഫ് S-T/R ആണോ? ദെൻ ഓപ്ഷൻ ഡി T-R ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് S-T/R. ഇതിൽ എട്ടാമത്തിൻ്റെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്, T/R, അതായത് ടൈം ഇൻറ്റു റേറ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് S-T ദെൻ ഇൻറ്റു R എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട്. ഓപ്ഷൻ എട്ടാമത്തിൻ്റെ ആൻസർ 8C ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ,
It is said that batch costing is an extension of dash costing. ബാച്ച് കോസ്റ്റിംഗ് ഏത് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നതാണ്? ഓപ്ഷൻ എ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഓപ്ഷൻ ബി ജോബ് കോസ്റ്റിംഗ്, ഓപ്ഷൻ സി പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ദെൻ 9ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിങ്ങിൻ്റെ എക്സ്റ്റൻഷൻ ആണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് സബ് യൂണിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ where cost collection is attempted is. Option A cost center, option B cost element, option C cost unit, option D cost department. 10ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് സെൻറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ, സീറോ ബേസ് ബഡ്ജറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഹൂം ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്നവയിൽ സീറോ ബേസ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടത് ആരുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ഫിലിപ്പ് കോഡ്ലർ, ഓപ്ഷൻ ബി റൊണാൾഡ് റിയഗൻ, ഓപ്ഷൻ സി ജിമ്മി കാർട്ടർ, ഓപ്ഷൻ ഡി ജെറാൾഡ് ഫോർഡ്. ദെൻ 11ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ജിമ്മി കാർട്ടർ ആണ്. ദെൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കോസ്റ്റിംഗ് ദ സം ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് ഓവർ ഹെഡ്സ് ആർ നോൺ ആസ്. ഓപ്ഷൻ എ ബേസിക് കോസ്റ്റ്, ഓപ്ഷൻ ബി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, ഓപ്ഷൻ സി ഫാക്ടറി കോസ്റ്റ്, ഓപ്ഷൻ ഡി പ്രൈം കോസ്റ്റ്. 12ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രൈം കോസ്റ്റ്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം ഈസ്. ഓപ്ഷൻ എ ക്രെഡിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡെബിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ക്രെഡിറ്റഡ് ടു പ്രൊഡക്ഷൻ അക്കൗണ്ട്, ഓപ്ഷൻ ഡി ഡെബിറ്റഡ് ടു പ്രൊഡക്ഷൻ അക്കൗണ്ട്. 13ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെബിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഡെബിറ്റഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അൺകൺട്രോളബിൾ കോസ് ഓഫ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അൺകൺട്രോളബിൾ കോസ് ഓഫ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ്, ഓപ്ഷൻ ബി ഇൻഎഫിഷ്യൻറ്റ് ബൈയിങ്, ദെൻ ഓപ്ഷൻ സി എമർജൻസ് പർച്ചേസ്, ഓപ്ഷൻ ഡി ലോസ് ഓഫ് ഡിസ്കൗണ്ട്. 14ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് ആണ്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, ടു ഓർ മോർ പ്രോഡക്ട്സ് വിച്ച് സെയിം ഇമ്പോർട്ടൻസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഡബിൾ പ്രോഡക്റ്റ്, ഓപ്ഷൻ ബി ജോയിൻറ്റ് പ്രോഡക്റ്റ്, ഓപ്ഷൻ സി ടു പ്രോഡക്റ്റ് പ്രോസസ്, ഓപ്ഷൻ ഡി ബൈ പ്രോഡക്റ്റ്. 15ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. 15 ബി ആണ് ആൻസർ. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, ഫിഫോ മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് വെൻ. ഫിഫോ മെത്തേഡ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തേഡ് എപ്പോഴാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ പ്രൈസസ് ആർ ഫാളിംഗ്, ഓപ്ഷൻ ബി പ്രൈസസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്, then prices are rising, then option D prices are almost stable. 16ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രൈസസ് ആർ ഫാളിംഗ്. ദെൻ 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കോസ്റ്റിംഗ് ഡാഷ് അനാലിസിസ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. ഓപ്ഷൻ എ ABC, ഓപ്ഷൻ ബി നീഡ്, ഓപ്ഷൻ സി VED, ഓപ്ഷൻ ഡി കോസ്റ്റ്. 17ാമത്തെ ആൻസർ സി ആണ്, VED അനാലിസിസ് ആണ് അവിടെ വരുന്നത്. VED അനാലിസിസ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റിഗാർഡ്സ് ടു ബിൻ കാർഡ്. ബിൻ കാർഡുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇറ്റ് റെക്കോർഡ്സ് വാല്യൂ ഓൺലി, ഓപ്ഷൻ ബി ഇറ്റ് റെക്കോർഡ്സ് വാല്യൂ ആൻഡ് ക്വാണ്ടിറ്റി, ഓപ്ഷൻ സി ഇറ്റ് റെക്കോർഡ്സ് ക്വാണ്ടിറ്റി ഓൺലി, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ് ഈസ് ട്രൂ. 18ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറ്റ് റെക്കോർഡ്സ് ക്വാണ്ടിറ്റി ഓൺലി. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോർമുല. താഴെ പറയുന്നതിൽ ഏത് ഫോർമുലയാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മിനിമം സ്റ്റോക്ക് പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ബി മിനിമം സ്റ്റോക്ക് പ്ലസ് 1/4 റീ ഓർഡർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ സി മിനിമം സ്റ്റോക്ക് പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി, ഓപ്ഷൻ ഡി മിനിമം സ്റ്റോക്ക് പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി ഇൻറ്റു റീ ഓർഡർ ടൈം.
19ാമതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മിനിമം സ്റ്റോക്ക് പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് EOQ? EOQ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് കൺസംഷൻ പെർ ഇയർ ഈസ് 600 യൂണിറ്റ്സ്, 600 ആണ്, 600 യൂണിറ്റ്സ്, ക്യാരിയിങ് കോസ്റ്റ് 20%, ഓർഡറിങ് കോസ്റ്റ് ഈസ് ₹12 പെർ ഓർഡർ ആൻഡ് പ്രൈസ് ഓർ യൂണിറ്റ് ഈസ് ₹20. ഓപ്ഷൻ എ 650 യൂണിറ്റ്സ്, ഓപ്ഷൻ ബി 750 യൂണിറ്റ്സ്, ഓപ്ഷൻ സി 600 യൂണിറ്റ്സ്, ഓപ്ഷൻ ഡി 700 യൂണിറ്റ്സ്. 20ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 600 യൂണിറ്റ്സ്. ഇവിടെ EOQ കാണാനാണ്. EOQൻ്റെ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. √2CO / I എന്നുള്ളതാണ് EOQ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്, 20ാമത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 600 യൂണിറ്റ്സ്. ഫോർമുല ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ വിത്ത് റിഗാർഡ്സ് ടു എസ്കലേഷൻ ക്ലോസ്? എസ്കലേഷൻ ക്ലോസുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഓപ്ഷൻ ബി, applicable when there is a change in the price of labor and or material. Option C, not applicable when there is a change in the utilization product factors. Option D, both A and B above എന്നുള്ളതാണ്. 21ാമത്തിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി, എയും കറക്റ്റാണ്, ബിയും കറക്റ്റാണ്. കാരണം എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത് ഒന്ന് കോൺട്രാക്ട് കോസ്റ്റിംഗുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ലേബറിൻ്റെയും മെറ്റീരിയലിൻ്റെയൊക്കെ പ്രൈസ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അപ്ലിക്കബിൾ ചെയ്യുന്നതാണ് എസ്കലേഷൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് SDR ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ IBRD, ഓപ്ഷൻ ബി WTO, ഓപ്ഷൻ സി IMF, ഓപ്ഷൻ ഡി ഗാട്ട്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്, 22ാമത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, IMFുമായി ബന്ധപ്പെട്ടതാണ് SDR എന്ന് പറയുന്നത്. 22ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി, IMF. ദെൻ 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ദ LIC വാസ് ഫോംഡ്? ഓപ്ഷൻ എ 1962, ഓപ്ഷൻ ബി 1956, ഓപ്ഷൻ സി 1964, ഓപ്ഷൻ ഡി 1979. 23ാമത്തിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബി 1956 ആണ് LIC ഫോം ചെയ്തത്, 1956. ദെൻ 24ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേറ്റ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ മണി മാർക്കറ്റ് ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എ RBI, ഓപ്ഷൻ ബി IRDA, ഓപ്ഷൻ സി SEBI, ഓപ്ഷൻ ഡി NABARD. 24ാമത്തിൻ്റെ ആൻസർ RBI ആണ് വരുന്നത്, RBI ആണ്. 24A ആണ് ആൻസർ. ദെൻ 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ഇൻ ഇന്ത്യ വിത്ത് ദി ഹെൽപ്പ് ഓഫ് വേൾഡ് ബാങ്ക്? ഓപ്ഷൻ എ IDBI, ഓപ്ഷൻ ബി IFCI, ഓപ്ഷൻ സി ICICI, ഓപ്ഷൻ ഡി DFHI. 25ാമത്തിൻ്റെ ആൻസർ സി ആണ്, സി ICICI. ദെൻ 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, നെയിം ദി ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീം ഓഫേർഡ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ഇന്ത്യയിൽ. ഓപ്ഷൻ എ HSBC ഇക്വിറ്റി 5, ഓപ്ഷൻ ബി UTI MF സ്കീം 1, ഓപ്ഷൻ സി SBI മാംഗം ഇക്വിറ്റി, ഓപ്ഷൻ ഡി യൂണിറ്റ് സ്കീം 64. 26ാമത്തിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, 26D യൂണിറ്റ് സ്കീം 64, ഓപ്ഷൻ ഡി. ദെൻ 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഓൾ എക്സെപ്റ്റ് വൺ ഗിവൺ ബിലോ ബിലോങ്സ് ടു എ ഗ്രൂപ്പ്, ഫൈൻഡ് ഔട്ട് വൺ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഓപ്ഷൻ എ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, ഓപ്ഷൻ ബി ദ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ IDA, ഓപ്ഷൻ സി ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, ദെൻ ദ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC. 27ാമത്തിൻ്റെ ആൻസർ എ ആണ് വരുന്നത്, ഓപ്ഷൻ എ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ, RBI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? RBI എസ്റ്റാബ്ലിഷ്ഡ് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1938, ഓപ്ഷൻ ബി 1935, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1945. 28ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1935 അത്
എസ്റ്റാബ്ലിഷ് ചെയ്ത് RBI എസ്റ്റാബ്ലിഷ് ചെയ്ത് 28ാമത്തത് ഓപ്ഷൻ ബി ആണ്. ദെൻ 29ാമത്തെ ക്വസ്റ്റ്യൻ, ഓഫ് ദി ഫോളോയിങ് വിച്ച് വാസ് ദി ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ IDBI, ഓപ്ഷൻ ബി NABARD, ഓപ്ഷൻ സി LIC HFL, ദെൻ ഓപ്ഷൻ ഡി IFCI. 29ാമതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. IFCI ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 29 ഓപ്ഷൻ ഡി. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഷുറൻസ് കമ്പനി ഹാസ് റീഇൻഷുറൻസ് ബിസിനസ്? ഓപ്ഷൻ എ LIC ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, ഓപ്ഷൻ സി GIC ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. 30ാമത്തിന് ആൻസർ ഓപ്ഷൻ സി ആണ്. GIC ഓഫ് ഇന്ത്യ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് 2016 നടന്ന എക്സാം ആണെന്നുള്ളത് നമ്മൾ ഓർക്കണം. അന്നത്തെ ഒരു ലെവലായിരിക്കില്ല ഇനി നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്നാലും ഏകദേശം ഏതെല്ലാം ഏരിയ ആണ് കവർ ചെയ്യുന്നതെന്ന് അറിയാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം. ഇതിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്, എന്നാൽ എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്യൂല. ഇത് കുറച്ച് സിമ്പിളാണ്, കുറേ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ചോദിച്ചത്. എന്നാൽ ഇനി വരുന്ന എക്സാം കുറച്ചും കൂടി നമ്മൾ കൺസെപ്റ്റലായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതേ ഏരിയയൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കുക, പക്ഷേ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി നമുക്ക് വരുന്നുണ്ടാവുക. അപ്പം പക്ഷേ നമ്മൾ ഈ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും. ചില ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആ ഏരിയ നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഏരിയയൊക്കെ തന്നെ ആയിരിക്കും ഇനിയും ചോദിക്കുന്നുണ്ടാവുക. അപ്പം ഇത് ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.